ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യില്ല. ചില അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീഡിയോ ആണ്, അത് സ്കിപ്പ് ചെയ്യില്ല. എൻ്റെ കൂടെ +2 പഠിച്ച ഹസാൻ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അവനിപ്പം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പെട്ടെന്നൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് നമുക്ക് ആർക്കും അത് പെട്ടെന്നൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്കാണ്, നിങ്ങൾക്കാണല്ലോ അറിയാം, ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇന്നത്തേക്കുള്ള ഓടുന്നു. പക്ഷെ നാളെ എന്താവും അറിയുന്നില്ല. പെട്ടെന്നൊരു രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പെട്ടു. ഇപ്പൊ കരളില് ട്യൂമർ ബാധിച്ച് അവനിപ്പം തിരുവനന്തപുരം RCC ചികിത്സയിലാണ്. അപ്പൊ അവനിപ്പോ ഒരു സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. എല്ലാവരും ഒരുപോലെ ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തില് ഇങ്ങനൊരു ഇത്രയും വലിയൊരു അസുഖം പറയുമ്പോൾ അതിനുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം, ഓരോരുത്തർക്കും അറിയാം. അപ്പൊ നമ്മുടെ മനസ്സാക്ഷി വെച്ച് നമ്മൾ ആരും ഈ ഒരു വീഡിയോ കണ്ടില്ലെന്ന് നോക്കില്ല, എല്ലാവരും മാക്സിമം ഹെൽപ്പ് ചെയ്യണം. നിങ്ങളിലുള്ള തുക ചെറുതാക്കിയോട്ടെ വലുതാക്കിയോട്ടെ ഒന്നും നോക്കണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു തുക, ഇപ്പൊ 100 ആയിക്കോട്ടെ, 500 ആണെങ്കിൽ 500, അതിന് മേപ്പോട്ട് പറ്റുമെങ്കിൽ പറ്റുന്നവരൊക്കെ അതിലോട്ട് മുകളിലോട്ട് സംഭാവന ചെയ്യുക. എന്ന് വെച്ചാൽ രോഗാവസ്ഥയാണ്, ആർക്ക് എപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്ന് എനിക്ക് വരെ നാളെ നിൽക്കുക, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്ന നാളെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നവരൊക്കെ നമ്മൾ സഹായം ചെയ്യുക. അപ്പൊ എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ കാര്യമായിട്ട് എടുക്കുക, അതിന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും പറ്റുന്നവരൊക്കെ മാക്സിമം ഒരു സംഭാവന ചെയ്യുക. ഇനി നിങ്ങളുടെ പൈസ ഇല്ല ഈ വീഡിയോ കാണുന്നത് പിഞ്ചു മക്കളാണെങ്കിൽ, ഇപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഇപ്പൊ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. പൈസ ഇല്ലാത്ത പിള്ളേർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും ഹസാമിനെ തിരിച്ച് റിക്കവർ ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അവനെ ഹാപ്പി ആയിട്ട് എല്ലാവരെയും പോലെ സെറ്റ് ആക്കണം. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവരും പറ്റുന്നവരൊക്കെ ഈ ഒരു വീഡിയോ സ്റ്റോറി ഇടുക. എന്ന് വെച്ചാൽ ഇങ്ങനൊരു കാര്യമാണ്, ഞാൻ അല്ലാതെ ഒരിക്കലും എൻ്റെ വീഡിയോക്കകത്ത് എൻ്റെ വീഡിയോ സ്റ്റോറി ഇടാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ ഒന്നും ഞാൻ പറയാറില്ല. അപ്പൊ അത്ര ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഹസാമിനെ നിങ്ങളുടെ ഒരു വീട്ടിൽ അംഗമായിട്ട് കണക്കാക്കി എല്ലാവരും മാക്സിമം ഈ ഒരു ഇതിന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഇങ്ങനൊരു കാര്യം കൊണ്ടാണ് ഇത്ര റിലേറ്റ് സ്റ്റോറി ഇടണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് കണ്ടറിഞ്ഞ് സഹായിക്കുക. അപ്പൊ നിങ്ങളുടെ സംഭാവനകൾ ഈ കാണുന്ന QR ഈ കാണുന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിൻ ചെയ്തിട്ടേക്കാം കമന്റ് ബോക്സിൽ. ഇങ്ങനൊരു കാര്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്, മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഈ വീഡിയോ. എല്ലാവരും പറ്റുന്നവരൊക്കെ സ്റ്റോറി ഇടുക. അപ്പൊ എന്തായാലും ഈ ഒരു റമദാൻ മാസമായിട്ട് ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അള്ളാന്റെ ഭാഗത്ത് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും ഞാനൊരു നല്ലോണം അവനെ ഹെൽപ്പ് ചെയ്യും, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന തുക അത് ചെറുതാക്കിയിട്ട് വലുതാക്കിയോട്ടെ മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കുക, എല്ലാവരും ഹെൽപ്പ് ചെയ്യുക.